ഓം ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു വിഷ്ണുമായ പുരാണം ഇന്ന് സമാരംഭിക്കുകയാണ്. നേരെ സബ്ജക്റ്റിലേക്ക് വരാം, കഥയിലേക്ക്. കൈലാസത്തില് പാർവതി ദേവിയുടെ ഉറ്റ തോഴിയായിരുന്നു ദേവമാനസം. ഈ ദേവമാനസയെ കുറിച്ചും ഉഷിശാസ്താവിനെ കുറിച്ചും പറയുന്നതിന് മുമ്പ് ദേവമാനസയെ കുറിച്ച് ഒരു ചെറിയ കഥയുണ്ട്. ഒരു ദിവസം മഹാദേവൻ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് പാർവതി ദേവിയോട് പറഞ്ഞു, ഇവിടെ വരുന്ന അതിഥികളെയൊക്കെ അല്ലെങ്കിൽ ഗസ്റ്റായിട്ട് വരുന്നവരെയൊക്കെ നല്ലതുപോലെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു ഏർപ്പാടാക്കിയിട്ടാണ് പോകുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു സാധു, ഒരു സന്യാസി, ഒരു ഭിക്ഷു അവിടെ എത്തി. അവിടെ എത്തിയിട്ട് പാർവതി ദേവിയോട് പറഞ്ഞു, എനിക്ക് ഇവിടെ കൈലാസത്തിൽ കുറച്ച് നാൾ താമസിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ആവശ്യം കേട്ട ദേവിക്ക് കോപാകുലം ആയി ദേവി ദേഷ്യപ്പെടുകയും എന്നാല് തന്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇത് മഹാദേവനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സിലാക്കിയ പാർവതി ദേവി തന്റെ ഒരു അംശമായിട്ട് ദേവമാനസയെ സൃഷ്ടിക്കുകയും ദേവമാനസയെ ഈ ദേവമാനസയെ ഭിക്ഷുവായിട്ട് വന്ന മഹാദേവന്റെ ഇംഗിതത്തിന് അയക്കുകയും ചെയ്തു. മഹാദേവൻ കൈലാസത്തിൽ തിരിച്ചെത്തി പാർവതി ദേവിയോട് ഇരിക്കുമ്പോൾ പാർവതി ദേവി ഈ നടന്ന സംഭവങ്ങളൊക്കെ ഭഗവാനോട് പറയിച്ചിട്ട് ഈ ഭിക്ഷുവായിട്ട് വന്നത് മഹാദേവനാണെന്നും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ദേവമാനസ ഉണ്ടായ രേതസ് ആ ഭഗവതി ദേവഭൂമിയിലൂടെ കൊണ്ട് കുഴിച്ചിടും. അപ്പൊ ഭഗവാൻ പറയും, ആ രേതസ് കുഴിച്ചിട്ടത് എന്തായി എന്ന് നോക്കാൻ പറയും. അപ്പൊ ഭഗവതി അവിടെ ചെല്ലുമ്പോൾ ഒരു കൽപ്പവൃക്ഷം, നമ്മുടെ തെങ്ങ് കൽപ്പവൃക്ഷം ഇങ്ങനെ എടുക്കുന്നു. അപ്പൊ അതില് നിറയെ കായ്കളും ഒരു തേങ്ങ എടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരും. ഭഗവാൻ അത് പൊളിക്കാൻ പറയും. പൊളിക്കുമ്പോൾ മുക്കണ്ണോട് കൂടിയ ഒരു സീഡ്, ഒരു ധാന്യം, അതാണ് തേങ്ങ. അപ്പോ അതാണ് ദേവമാനസയുമായിട്ട് ദേവലോകത്തുണ്ടാകുന്ന ഒരു ഇൻസിഡന്റ്. അതിനുശേഷം ഈ പാർവതി ദേവി ഒരു ദിവസം പുറത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഗണപതിയെ വാവിട്ട് നിലവിളിക്കുകയും ഗണപതിയെ ദേവമാനസ സ്വന്തം പുത്രനേക്കാൾ എന്ന പോലെ പരിലാളിക്കുകയും ഒക്കെ ചെയ്ത് ഇത് കണ്ടിട്ട് വന്ന പാർവതി ദേവി ദേവമാനസയോട്, അപ്പൊ ദേവമാനസയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നുണ്ട്. തനിക്ക് ഒരു കൈലാസനാഥന്റെ പുത്രനെ ലഭിക്കണമെങ്കിൽ താൻ വളരെ ലാളിച്ചോമനിച്ച് വളർത്തുമെന്നൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭവം. ഇത് മനസ്സിലാക്കിയ പാർവതി ദേവി ദേവമാനസയോട് പറയുക, കൂളികുന്താവനത്തില് കുകുന്ദൻ എന്ന് പറയുന്ന വനരാജാവിന്റെയും വനശ്രീ എന്ന് പേരായ അദ്ദേഹത്തിന്റെ ഭാര്യ വനശ്രീയുടെയും മകളായിട്ട് ഈ ഇവിടെ കുളികുന്തവനത്തില് പിറവിയെടുക്കുന്നു. അവിടെ കൂളിവാകയുടെ അംശ അവതാരമായിട്ട് നിന്നിൽ നിന്ന് ഉണ്ടാകുന്ന കൂളിവാക, ദേവമാനസ ജനിക്കുന്നത് കുകുന്ദന്റെയും വനശ്രീയുടെയും മകളായിട്ടാണ്. അപ്പൊ അതിൽ നിന്ന്
അവരുടെ അവതാരം അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കൂളിവാകയിൽ ഋഷിശാസ്താവ് പിറവിയെടുക്കുമെന്നും അത് ശൈവ വൈഷ്ണവ ശാക്തെ തേജസ്സോടു കൂടിയ ഒരു അവതാരമായിരിക്കുന്നു ഭഗവതി ദേവമാനസിൽ പറയും. അതിനുശേഷം ഈ ദേവമാനസകി കലിയുഗത്തിലെ ഉഗ്രനായിട്ടുള്ള ഒരു മാന്ത്രികനായിട്ടുള്ള എന്നാൽ താഴ്ന്ന കുലത്തിൽ ജനിച്ചിട്ടുള്ളവനായ ചെക്കൻ ചേരൻ ചെറുപറയൻ എന്ന് പറയുന്ന ഒരു ഉന്നത കുലജാതയായ കാരണശ്രീയിൽ ഉണ്ടാകുന്ന മകളായിട്ടോ നിനക്ക് കലിയുഗത്തിൽ ജന്മം ഉണ്ടായിരിക്കുന്നു പാർവതിയിലെയും വനശ്രീയെ അറിയിക്കും. എല്ലാവർക്കും നമസ്കാരം, നമസ്തേ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കലിയുഗത്തിൽ നമ്മളുടെ എല്ലാ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നമ്മളുടെ അല്ലലുകൾക്ക് അതിന് കുഴപ്പത്തിൽ ചടിക്കാനല്ല, നമ്മളുടേതായ എല്ലാ നല്ല പരമായിട്ടുള്ള വിഷയങ്ങൾക്കും ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. 100% നിങ്ങൾക്ക് ഫലം ഉണ്ടാകുന്നതുമാണ്. എല്ലാവർക്കും ശുഭദിനം. നമസ്കാരം.